കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. ഹലോ, ഗുഡ് മോർണിംഗ്. കളിച്ചും ചിരിച്ചും വിശേഷങ്ങൾ പറഞ്ഞും റേഡിയോ പ്രിയോർ ചൈത്രയാത്ര തുടരുന്നു. ഇന്നത്തെ തകർപ്പൻ എപ്പിസോഡുമായി ഞങ്ങൾ തന്നെ റെഡിയാണ്. കേൾക്കാൻ നിങ്ങളും റെഡിയല്ലേ? പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. നിറക്കൂട്ടുകൾ നിറഞ്ഞാടിയ നോർത്ത് പറവൂർ വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിന്റെ വേദികളിലേക്ക് ഒരു തിരുനോട്ടം നടത്തിയാലോ? ആടിയും പാടിയും എഴുതിയും വരച്ചും നമ്മുടെ കൂട്ടുകാർ കളം നിറഞ്ഞു. തൻ്റെ പ്രതിഭയുടെ തിളക്കം കൊണ്ട് ലളിതഗാനത്തിൽ സെക്കൻഡ് എ ഗ്രേഡ് നേടിയ ആൻഡ്രിയ മെൻഡസിന്റെ സ്വരമാധുരി നമുക്ക് ആസ്വദിക്കേണ്ടേ? പാടി പാടും പാട്ടിൻ്റെ രാഗ ഭാവങ്ങളെ നിങ്ങൾ പാടിയുണർത്തുമേ രാഗതാളങ്ങളിൽ ആരാമമുണരാതെ വരുമോ? പാടും പാട്ടിൻ്റെ രാഗ ഭാവങ്ങളെ നീർമാതളം പൂക്കും നിളയുടെ സംഗീതം, പ്രണയനിലാവിൻ്റെ ലയതാളം. നീർമാതളം പൂക്കും നിളയുടെ സംഗീതം, പ്രണയനിലാവിൻ്റെ ലയതാളം. എത്രയോ ഭാവത്തിൽ ഏതോ രാഗം ഇനിയും തരുമോ മരമായി? എത്രയോ ഭാവത്തിൽ ഏതോ രാഗം ഇനിയും തരുമോ മരമായി? ഏതോ പാടി പാടും പാട്ടിൻ്റെ രാഗ ഭാവങ്ങളെ നീലാകാശത്തിൽ നിറമാല കോർക്കുമീ താരക കുഞ്ഞിൻ്റെ മൃദുതാളം. നീലാകാശത്തിൽ നിറമാല കോർക്കുമീ താരക കുഞ്ഞിൻ്റെ മൃദുതാളം. എത്രയോ ഭാവങ്ങൾ ഏതോ രാഗം നിറയും ഹൃദയം തരുമോ നീ? എത്രയോ ഭാവങ്ങൾ ഏതോ രാഗം
ഏതോരാപ്പാടി പാടും പാട്ടിൻ്റെ രാഗഭാവങ്ങളെ നിങ്ങൾ പാടിയുണർത്തുമേ രാഗതളങ്ങളിൽ ആരാമമുണരാതെ വരുമോ ഏതോരാപ്പാടി പാടും പാട്ടിൻ്റെ രാഗഭാവങ്ങളെ. സ്കൂൾ കലോത്സവങ്ങൾ വിദ്യാലയങ്ങളുടെ മാത്രം ഉത്സവങ്ങളല്ല, മറിച്ച് കലാമേളകൾക്ക് ആതിഥ്യമരുളുന്ന പ്രദേശങ്ങളുടെ കൂടി മഹോത്സവങ്ങളാണ്. ഈ ഉത്സവത്തിമിർപ്പിന് മാറ്റുകൂട്ടിയത് നമ്മുടെ ഗൗരി ശങ്കറിന്റെ സംസ്കൃത പാഠകമായിരുന്നു. ഉപജില്ലാ കലോത്സവത്തിൽ 1ാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കിയ പാഠകം കേട്ടാലോ? ദൂതോ ഗച്ഛതു. ദൂതൻ ഗമിക്കട്ടെ. ഇപ്പോ എങ്ങടാ ദൂതൻ ഇപ്പൊ പോവേണ്ടത്? എന്താ ഇപ്പൊ ആവശ്യം എന്നാണെങ്കിൽ, ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ വാനരാഹൃതങ്ങളായിരിക്കുന്ന ഗിരിനികരങ്ങളെ കൊണ്ട് സമുദ്രത്തിൽ സേതുബന്ധനം ചെയ്ത് അവിടെ ലങ്കയിലെത്തി ഉത്തരഗോപുരദ്വാരത്തിങ്കൽ സേനാനിവേശം ചെയ്തതിനു ശേഷം ലക്ഷ്മണ സുഗ്രീവ വിഭീഷണാദികളോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. ഇനിയിപ്പൊ യുദ്ധം ആരംഭിക്കുകയാണ് വേണ്ടത്. പക്ഷേ നേരിട്ടങ്ങ് യുദ്ധം ആരംഭിച്ചാലേ അതൊരു ദുഷ്പേരിന് കാരണമാകും. അതുകൊണ്ട് ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ സുഗ്രീവനെ സമീപത്തിങ്കൽ വിളിച്ച് ഇപ്രകാരമരുൾ ചെയ്തു. അല്ലേ സുഗ്രീവ, രാവണൻ നയജ്ഞനോ ദണ്ഡ്യനോ എന്നറിയാനായിക്കൊണ്ട് യുദ്ധത്തിനു മുമ്പ് ലങ്കയിലേക്ക് ഒരു ദൂതനെ പറഞ്ഞയക്കണം. ഇത് കേട്ട മാത്രമേ സുഗ്രീവൻ, അല്ലേ സ്വാമി, ഇനി എന്തിനാ പിന്നെ ഇപ്പൊ ദൂതനെയൊക്കെ പറഞ്ഞേക്കണത്? നേരിട്ടങ്ങി യുദ്ധം ആരംഭിച്ചാൽ പോരെ? അതല്ലേ വേണ്ടത്. അതിന് പകരമായിട്ട് ഇപ്പൊ ദൂതനെയൊക്കെ എന്തിനാ പറഞ്ഞേക്കണത് എന്ന് ഈ വണ്ണം സുഗ്രീവൻ ചോദിച്ച സമയത്തിങ്കൽ ഭഗവാൻ, അല്ലേ സുഗ്രീവ, നേരിട്ട് യുദ്ധം ആരംഭിക്കുകയല്ല വേണ്ടത്. അതെന്താ അങ്ങനെ പറയണത് എന്നാണെങ്കിൽ, എല്ലാ ഭരണാധികാരികളും യുദ്ധം ഒഴിവാക്കാനാണ് നോക്കണത്. അത് അങ്ങനെ തന്നെയാണല്ലോ. ശത്രുക്കളെ ഏതൊക്കെ തരത്തിൽ വന്ന് ജനങ്ങളെ എന്തൊക്കെ ഉപദ്രവിച്ചാലും അവരെ ശിക്ഷിക്കാനായിട്ട് ഭരിക്കണവര് ഉത്സാഹിക്കുന്നില്ല. പകരം ഒരു തരത്തിലേ അവരങ്ങ് സംരക്ഷിക്കുകയല്ലേ ചെയ്യണത്. അത് നമ്മുടെ ഒരു പാരമ്പര്യം തന്നെയാണ്. അത് ഹേതുവായിട്ടാണ് ദൂതങ്ങമിക്കട്ടെ എന്ന് പറഞ്ഞത്. മാത്രല്ല സുഗ്രീവ, ഞാനൊരു രാജാവാണ്. അങ്ങും അതെ, രാവണനും അതെ. യുദ്ധത്തില് ഞാൻ രാവണനെ അങ്ങ് നിഗ്രഹിച്ചിട്ട് സീതയെ സ്വീകരിച്ച് അയോധ്യയിലേക്ക് എത്തി രാജ്യരക്ഷ ആരംഭിച്ചാൽ അതിൽ ജനാഭാവം ഉണ്ടാവാനായിട്ട് വളരെയധികം സാധ്യതയുണ്ടേ. അതെന്താ കാര്യം? ജീവിച്ചിരിക്കുമ്പോൾ ദുഷ്ടനായിരിക്കും, മരിച്ചു കഴിഞ്ഞാലോ കേമനാകും. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ മരിച്ച ശേഷം സുസ്ഥിരഹങ്ങളാകും. ഇതൊക്കെ നമ്മുടെ കാര്യത്തിൽ സംഭവിക്കും. എങ്ങനെയാന്ന് വെച്ചാലേ ജനങ്ങള് ദേ ഇങ്ങനെ പറയാനായിട്ട് സാധ്യതയുണ്ട്. ഡോ, ആ രാവണന്റെ കാര്യം അറിഞ്ഞില്ലേ? ഇല്ല. എന്താ രാവണൻ ഉണ്ടായേ? ഡോ, ആ രാവണന്റെ കഥ കഴിഞ്ഞു. അതെങ്ങനെയാണ് ഇപ്പൊ സംഭവിക്കുക? ആ രാമൻ നിഗ്രഹിച്ചു. അല്ലെങ്കിലും ഈ രാമന്റെ പേരിലുള്ള കാര്യങ്ങളെ കാലം ചെല്ലുന്തോറും അങ്ങ് അപകടാവാ. ഡോ, അതെന്താടോ അങ്ങനെ? ഡോ, ഈ രാമൻ കുറെ കുരങ്ങന്മാരെയൊക്കെ കൂട്ടിച്ചെന്ന് രാവണന്റെ രാജധാനിയാ ആ ലങ്കയിലേക്ക് ചെന്ന് ആ രാവണനെ അങ്ങ് നിഗ്രഹിച്ചു. ഡോ, അങ്ങനെയൊക്കെ പറ്റുമോ? രാവണനും നിസാരക്കാരനാണോ? കേമനല്ലേ? അതങ്ങനെ എളുപ്പത്തിലൊന്നും പറ്റില്ലല്ലോ. ഡോ, രാവണൻ ഒട്ടും ഇരിക്കാണ്ട യുദ്ധം ഉണ്ടായത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാ രാമൻ രാവണനെ നിഗ്രഹിച്ചത്. അല്ലെങ്കിൽ ദേ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. മേളകൾ രൂപപ്പെടുത്തിയ പ്രതിഭകൾ അനവധിയാണ്.
കഥയും കവിതയും പ്രസംഗവും പാട്ടും നൃത്തവുമൊക്കെ പരുവപ്പെടുത്തിയ എത്ര ജീവിതങ്ങൾ. അന്തർമുഖരായ എത്ര കുഞ്ഞുങ്ങളാണ് സഭാകമ്പവും മുട്ടുവിറയലും മാറി മിടുക്കരായത്. സദസ്സിനെ തൻ്റെ ആലാപന ശൈലി കൊണ്ട് കയ്യിലെടുത്ത ഉപജില്ലാ കലോത്സവത്തിൽ കവിതാലാപനത്തിൽ എ ഗ്രേഡ് നേടിയ ദാവീദ് പോളിൻ്റെ നാമദേവൻ ക്ഷേത്രങ്ങളെ ചോദ്യം ചെയ്യുന്നു എന്ന കവിത ആസ്വദിക്കൂ. നമസ്കാരം. ശ്രീ സച്ചിദാനന്ദന്റെ നാമദേവൻ ക്ഷേത്രങ്ങളെ ചോദ്യം ചെയ്യുന്നു എന്ന കവിത. വരിക പുറത്തു പൂജാരി, നിൻ പൂണുനൂൽ കഴുകുകി കിളികൾ തൻ മഴയിൽ, ഒരു ശില മാത്രം ഭജിക്കുവാനെന്തു നീ, ശിലയായ ശിലയൊക്കെ രാമൻ. തിരിയാർക്കു വേണ്ടി കൊളുത്തുന്നു കോവിലിൽ, ഉലകിന്റെ സൂര്യനേ രാമൻ. അവനെന്തിനെ പട്ടു തിരുവാട, ആകാശം അവനെ പൊതിഞ്ഞിരിക്കുമ്പോൾ, അവനു പൂമാലയോ ലോകങ്ങളൊക്കെയും അവിടത്തെ മലർവനിയല്ലോ. അവനു മന്ത്രങ്ങൾ ഹാ ശബ്ദമൂലം തന്നെ അവനാകും ഓംകാരമല്ലോ. നമ്മുടെ ജീവിതത്തിലെ നിറമുള്ള ഓർമ്മകളുടെ കണക്ക് പുസ്തകത്തിൽ ഏറ്റവും തിളക്കമുള്ള ഒരേടിലാവും നാം ഈ കലോത്സവ ദിനങ്ങൾ അടയാളപ്പെടുത്തുക. അതോടൊപ്പം ഇവിടെ ഉയർന്ന ദേശഭക്തി ഗാനത്തിൻ്റെ ഈരടികളും നാം മറക്കുകയില്ലല്ലോ. ഗന്ധർവലോക സദൃശം സംസ്കൃതി വിളങ്ങും ദേശം, ഗന്ധർവലോക സദൃശം സംസ്കൃതി വിളങ്ങും ദേശം, നാനാത്വമാർന്ന ചില്ലകളുടെ ഏകത്വമാം തായേ തായേ തായേ. ഭാരതം ഭാസുരം പാവനമതിമോഹനം, ഭാരതം ഭാസുരം പാവനം. ലലലാ 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 ലലലാ. ഹൈമവതി ഗംഗേ ഗംഗേ ഗംഗേ, ഹൈമവതി ഗംഗേ നിൻ സൈകതമാം കരയിൽ, കാലമെത്ര കാഹളത്തിൽ തേർത്തെളിച്ചു പോയി. ആര്യരും അറബിയും ധീരരാം രജപുത്രരും, ആര്യരും അറബിയും ധീരരാം രജപുത്രരും, എഴുതി വച്ചൊരിന്നലയുടെ ചരിതമാർന്ന നാട്, എഴുതി വച്ചൊരിന്നലയുടെ ചരിതമാർന്ന നാട്. സംഗീത സാഹിത്യ സംവാഹിനി നീ ഭാഗീരഥി, നടന സാക്ഷാത്കരി. അഭംഗുരമാ നിന്നിലാസത്തിൽ ഉയർക്കൊള്ളും അഭിമാന പൂരിത നിന്റെ മക്കൾ, അമ്മേ നിന്റെ മക്കൾ. വന്ദേ മാതരം വന്ദേ മാതരം. സുജലാം സുഫലാം മലയജ ശീതളാം, സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം. മണ്ണെടുത്തു നെഞ്ചിലേറ്റി സീമ കാത്തവർ, ഈ മണ്ണെടുത്തു നെഞ്ചിലേറ്റി സീമ കാത്തവർ, കൊടി പിടിച്ചു തിരയിളക്കി വിട പറഞ്ഞവർ. അവനടന്ന ചുവടുകൾക്ക്, അവരെറിഞ്ഞ ചുടലുകൾക്ക്, നിലമണിഞ്ഞ ഓർമ്മകൾക്ക് വന്ദനം വന്ദനം വന്ദനം. ഇന്ത്യ എന്ന വികാരവും, ഇന്ത്യ എന്നൊരു ബോധവും, ഇന്ത്യ എന്ന വികാരവും,
പാടുമോമേ പള്ള് ആടുമോമേ ആനന്ദ സ്വതந்திരം അടந்து விட்டோ என்று ஆடுமோமே ஹிமசாலு முதல் சேது வரை சபர்மதி முதல் சாந்தி நிகேதன் வரை ഗന്ധർവലോക സദൃശം സംസ്കൃതി വിളങ്ങും ദേശം ഗന്ധർവലോക സദൃശം സംസ്കൃതി വിളങ്ങും ദേശം ജ്ഞാനാത്മമാർന്ന ചില്ലകളുടെ ഏകത്വമാം തായേ 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 ഭാരതം ഭാസുരം പാവനമതിമോഹനം ഭാരതം ഭാസുരം പാവനം. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. പകയും വിദ്വേഷവും നാടിരിക്കുന്ന കാലത്ത് സ്നേഹം പ്രസരണം ചെയ്യാൻ കലയോളം ഉചിതമായ മാധ്യമം വേറെ ഏതാണുള്ളത്? കലാപ്രേമികൾക്ക് ആസ്വാദനത്തിൻ്റെ പൂരക്കാഴ്ച ഒരുക്കുകയായിരുന്നു ഈ കലാമാമാങ്കം. ഇതിനിടയിൽ ഒരു നാടൻ പാട്ടിൻ്റെ ഈണത്തിനോടൊപ്പം താളം പിടിച്ചാലോ? നാടൻ പാട്ടിൻ്റെ ശീലവുമായി രഞ്ജിത. മോടി ചെയ്യാനും മാറുമാറുമൽസാമി അടിക്കാമോ അടിക്കടിയാറുമൽസാമി പാട് മോടി ചെയ്യാനും മാറുമാറുമൽസാമി അടിക്കാമോ അടിക്കടിയാറുമൽസാമി പാട് തത്തിങ്ങതിന്നാം താതിന്നതിന്നാം തത്തമ്മ വിച്ചിങ്ങ താളം തരികിട പട്ടും കളിയും പഠിപ്പിച്ചതൽ ഗുരു നീയും ചെറുപ്പത്തിൽ മോടി പാട് മോടി ചെയ്യാനും മാറുമാറുമൽസാമി അടിക്കാമോ അടിക്കടിയാറുമൽസാമി പാട് പാലത്തെ പീടത്തെ പാലത്തെ വാതിൽ തുറക്കേടി വിളയാടി മുത്തുസ്വാമി അടിക്കാമോ അടിക്കടിയാറുമൽസാമി പാട് മോടി ചെയ്യാനും മാറുമാറുമൽസാമി അടിക്കാമോ അടിക്കടിയാറുമൽസാമി പാട് നെറ്റിച്ചുട്ടി കെട്ടും പച്ചപ്പൊട്ടും തൊട്ട് കറ്റക്കതിർ പച്ച ചെങ്കിച്ച കൽപ്പന വജ്രക്കല്ലുപതി കുത്തിച്ചിത്രപ്പണി മുത്തും കെട്ടിക്കൂപ്പും പച്ചപ്പൊട്ടും ആ മോടി ചെയ്യാനും മാറുമാറുമൽസാമി അടിക്കാമോ അടിക്കടിയാറുമൽസാമി പാട് തിരുമലനാം ശേഖരനാം ദാമോദരേന്ദ്രൻ വാഴുസ്വാമി തിരുമേനി നദിരു തനതു കമല ഭ്രാതുക്കളെ മോടി ചെയ്യാനും മാറുമാറുമൽസാമി അടിക്കാമോ അടിക്കടിയാറുമൽസാമി പാട് മോടി ചെയ്യാനും മാറുമാറുമൽസാമി അടിക്കാമോ അടിക്കടിയാറുമൽസാമി പാട്. പ്രധാന വാർത്തകൾ വായിക്കുന്നത് ടെന്നിയിൽ നിന്നും ആദിത്യ. അർദ്ധവാർഷിക പരീക്ഷ ഒറ്റഘട്ടമായി നടത്താൻ തീരുമാനിച്ചു. ഡിസംബർ 15 ആരംഭിക്കുന്ന പരീക്ഷകൾ ഡിസംബർ 23 തീയതിയോടെ അവസാനിക്കും. ഹരിതസേന സ്കോളർഷിപ്പ് 2025 പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹരിതസഭ ചേർന്നു. ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കേണ്ട ആവശ്യം. മറ്റു മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ, പ്ലാസ്റ്റിക് നിരോധനം, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നിവയെക്കുറിച്ച് ക്ലാസുകളിൽ ബോധവൽക്കരണം നൽകുകയുണ്ടായി. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ശ്രമത്തിലാണ് കാര്യം, ഫലപ്രാപ്തിയിലല്ല. കഠിനമായ ശ്രമങ്ങൾ നല്ല ഫലം നൽകുന്നു എന്ന മഹാത്മാജിയുടെ വാക്കുകൾ മനസ്സിലോർത്തുകൊണ്ട് ഞങ്ങൾ ടെന്നീസ് സ്റ്റുഡൻസ് സൈനിങ് ഓഫ്. റേഡിയോ പ്രിയോർ, കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം. കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം. കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ.